ഒറ്റയ്ക്കിരുന്ന് കരയുന്ന സമയത്തൊക്കെ ഇപ്പൊ ഞാൻ കരയുന്ന ആരെങ്കിലും കാണാനുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. ഇപ്പൊ നമ്മൾ വിഷമിക്കുന്നത് ഈ കരച്ചിലൊന്ന് കാണാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ തോന്നും. ഉറക്കെ സംസാരിക്കും നമ്മളോട് തന്നെയല്ല, ഞാൻ സംസാരിക്കുന്നത് വേറെ 5 ക്യാരക്ടേഴ്സ് ഉണ്ടാവും അവിടെ. അവരോട് ഉണ്ടാവില്ലെങ്കിൽ പോലും അവരോട് ഉണ്ട് എന്റെ മനസ്സിൽ. ഞാൻ അവരോട് സംസാരിക്കും. അങ്ങനെയൊന്നുമില്ല. ചില സമയത്ത് ഞാൻ ചിലപ്പോ ഈ പറഞ്ഞ പോലെ ക്രിസ്റ്റഫർ നോളന്റെ ഒരു സെറ്റിലായിരിക്കും, അവരടുത്ത് സംസാരിക്കുമ്പോ ഹേ ക്രിസ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഓരോരോ ചെറുപ്പം തൊട്ടേയുള്ള വട്ടുകളാണ് അതൊക്കെ. ഈ കാമുകിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ വോയിസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സാധനം ഡബിങ്ങിൽ കിട്ടിയിരുന്നെങ്കിലും പൊളിച്ചേന്ന് വിചാരിക്കില്ലേ? അതൊന്നും വരില്ല. ഓഫ്കോഴ്സ് അതൊന്നും വരില്ല. കരച്ചിലൊക്കെ ഒരു സെക്കൻഡ് നിർത്തി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പൊ കാണാൻ, മിററിൽ നോക്കിയിട്ട് ആ കരയുന്ന കാണാൻ നല്ല രസമുണ്ട്, ഇതൊന്നും ഫ്രെയിമിൽ കിട്ടിയിരുന്നെങ്കിൽ. ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണ്. ഭയങ്കര ഇമോഷണലി വളറബിൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ നീ പോടാന്ന് പറയുന്ന സമയത്ത് നമുക്ക് മര്യാദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കോളന്നില്ല. ദേഷ്യം വരുമ്പോ കരയും, അതാണ് വേറെ പ്രശ്നം. ദേഷ്യമാണെങ്കിൽ സങ്കടമാണെങ്കിൽ കരച്ചിലാണ് മെയിൻ. ഇങ്ങനെയൊന്നും അല്ലടാ. ശരിക്കുള്ള പറച്ചിൽ കേട്ടിരുന്നെങ്കിൽ അറിയായിരുന്നു. അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? സത്യമായിട്ടും ഇത് പ്രിയയുടെ ആക്ഷൻ ഓക്കെ എസ് ആണ്, എസ് എന്ന് പറഞ്ഞില്ല. പക്ഷേ സെൽഫി എടുത്തോട്ടെ. അയ്യോ, ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒരാൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്നും ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് കേൾക്കുന്നത്. ഒരു 18 വയസ്സായിരുന്ന സമയത്ത് എന്തൊക്കെ മണ്ടത്തരം ഒരു ഇന്റർവ്യൂവിൽ വിളിച്ചു പറയാൻ പറ്റും അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ബാക്ക്ലാഷ് ഒക്കെ ഞാൻ ഏറ്റു വാങ്ങിയിട്ടുണ്ട്. സോ അതവിടെ കഴിഞ്ഞു. ഇനി അതിലും മോശമായിട്ട് എന്തെങ്കിലും സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അതിലും പൊട്ടത്തിട്ട് ഞാൻ എന്തെങ്കിലും പറയണം.